മുണ്ടക്കൈ പുനരധിവാസത്തിന് വായ്പ മാത്രം അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മൾ ഈ രാജ്യത്തിന് ചേരാത്തവരാണോ എന്ന ചോദ്യം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് വൈകാരികമായിട്ടാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുയർത്തിയത്. പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുത്തു. ഗ്രാന്റ് നൽകാതെ വായ്പ മാത്രം നൽകി, അത് ചിലവഴിക്കുന്നതിന് കടുത്ത വ്യവസ്ഥകൾ കൂടി കേന്ദ്രം വെച്ചതോടെ സംസ്ഥാനം കുടുങ്ങി. ഇത് തിരിച്ചറിഞ്ഞാണ് കേന്ദ്ര സർക്കാർ സമീപനത്തിനെതിരെ മുഖ്യമന്ത്രി തന്നെ കടുത്ത പ്രതികരണവുമായി എത്തിയത്. നമ്മൾ ചെയ്ത തെറ്റ് എന്താണെന്ന ചോദ്യമുയർത്തിയാണ് മുഖ്യമന്ത്രി വിമർശന ശരങ്ങൾ എത്തിയത്. ദുരന്തത്തില് സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമല്ലേ? അത് സഹായത്തിന് പകരമാവില്ലല്ലോ. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയല്ലേ? കേന്ദ്രം സംസ്ഥാനത്തോട് നീതി കാട്ടിയില്ലെന്നതിൽ പ്രതിപക്ഷത്തിനും സംശയമില്ല. 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. കേരളത്തെ കേന്ദ്രം പരിഹസിക്കുന്നു എന്നായിരുന്നു റവന്യൂ മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ഇത് 31/3 ചെലവഴിക്കുക 45 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അത്ര സാധ്യമല്ല. കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല. പ്രതിഷേധത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് സംസ്ഥാനത്തിന്റെ നീക്കമെന്നാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാക്കുകളിൽ തെളിയുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.